മുസ്ലിം ലീഗ് നേതാവ് എം.കെ. മുനീറിനെ ക്യാബിനറ്റ് പദവിയുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കാൻ ധാരണ. യു.ഡി.എഫ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം സർക്കാർ തീരുമാനമെടുക്കും. മുൻമന്ത്രിയും ലീഗിലെ മുതിർന്ന നേതാവുമായ എം.കെ. മുനീർ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടിയിലെ രണ്ടാമനായിരുന്നു എം.കെ. മുനീർ. ലീഗ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം മന്ത്രിസ്ഥാനവും ലഭിച്ചിരുന്നു. ആരോഗ്യാവസ്ഥ പരിഗണിച്ച് ഇത്തവണ എം.കെ. മുനീറിന് മുസ്ലിം ലീഗ് സീറ്റ് നൽകിയിരുന്നില്ല. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് റാങ്കുള്ള പദവിക്കായി ശ്രമിക്കാമെന്ന വാഗ്ദാനം ലീഗ് നേതൃത്വം മുനീറിന് നൽകിയിരുന്നു. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച് പ്രാഥമിക ചർച്ചയിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം എം.കെ. മുനീറിനായി ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു. യു.ഡി.എഫ് നേതൃത്വത്തിനും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല. ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ച ചർച്ച പൂർത്തിയായ ശേഷമാകും നിയമന നടപടിയിലേക്ക് സർക്കാർ കടക്കുക. വി.എസ്. അച്യുതാനന്ദനെ എൽ.ഡി.എഫ് സർക്കാർ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാക്കിയിട്ടുണ്ട്. പി.ജെ. ജോസഫിനായി കേരള കോൺഗ്രസും ക്യാബിനറ്റ് റാങ്കുള്ള പദവിക്കായി ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മുന്നാക്ക വികസന കമ്മീഷൻ ചെയർമാൻ പദവിയാണ് കേരള കോൺഗ്രസ് നോട്ടമിടുന്നത്. ഉഭയകക്ഷി ചർച്ചയിൽ കേരള കോൺഗ്രസും ഇക്കാര്യം ആവശ്യപ്പെടും. മുൻപ് കേരള കോൺഗ്രസ് ബി നേതാവ് ആർ ബാലകൃഷ്ണപിള്ള ക്യാബിനറ്റ് റാങ്കുള്ള മുന്നാക്ക വികസന കമ്മീഷൻ ചെയർമാനായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.